ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള ബേസി ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് പഠിച്ച് തുടങ്ങിയില്ലേ? ഓക്കെ, ആ ടൈം ടേബിളിൽ എല്ലാവർക്കും എല്ലാം കംപ്ലീറ്റ് ആക്കാൻ, ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സാരമില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ ടൈം. ഓക്കെ, എനിക്ക് കിട്ടുന്ന ടൈം ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ടൈം ടേബിളിൽ മാറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. കാരണം അതന്നെ ഫോളോ ചെയ്ത് പോയിട്ട് പഠിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. ചിലവർക്ക് സമയം കിട്ടാനിട്ടല്ല, അവർക്ക് അതിന് കഴിയാത്തതുകൊണ്ടാണ്, പഠിച്ച് തീർക്കാൻ മനസ്സ് വരാതെയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യണതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡേ 1ഉം ഡേ 2ലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ടൈം ടേബിൾ നമ്മൾ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാത്തൊരു കുഴപ്പമില്ല, ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈം ടേബിൾ ഡേ 3ലെയാണ് അല്ലേ? ഡേ 3ലെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഡേ 3ലെ ടൈം ടേബിൾ. ഫസ്റ്റ് എടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലികാവകാശങ്ങളാണ്. അല്ല, ഇന്നലത്തെ ടോപ്പിക്ക് ഫിനിഷ് ആയിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിത്തെ അത് ബാക്കി പഠിക്കാം. അല്ലാത്തവരാണെങ്കിൽ ഇന്നത്തെ മൗലികാവകാശങ്ങൾ. മലയാളത്തിൽ വചനം കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വചനം പഠിക്കുക കേട്ടോ. ഓക്കെ, ബഹുവചനമുണ്ട്, സ്ത്രീവചനം, അങ്ങനെ കുറേ വചനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കുറച്ച് ടഫ് തന്നെയാണ്. ചില ടഫുള്ള ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലെ വെർബാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, മാത്സിൽ സംഖ്യകൾ ശ്രേണികളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. വിട്ടുപോയ സംഖ്യ പൂർത്തിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാത്സിൽ സംഖ്യകളാണ്. പിന്നെ എക്സ്ട്രാ ടോപ്പിക്കായിട്ട് നദികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നദികൾ നാളത്തേക്കും കൂടിയാണ്. ഓക്കെ, നദികളൊന്നും പഠിച്ച് തീരില്ല, അതുകൊണ്ട് നാളത്തേക്കും കൂടിയാണ് നദികൾ. പിന്നെ മനുഷ്യ ശരീരം, ബയോളജിയിലാണെങ്കിൽ മനുഷ്യ ശരീരം, അല്ലാന്നുണ്ടെങ്കിൽ ചലനം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ശരി, ഞാൻ മനുഷ്യ ശരീരമാണ് പഠിക്കാൻ പോകുന്നതുകൊണ്ട് അത് കൊടുത്തു. അല്ലാത്തവർക്കാണ് എക്സാമ്പിളായിട്ട് ഞാൻ ചലനം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ബാറിട്ടത് അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചലനം. ഓക്കെ, പിന്നെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ മന്ത്രിയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, കായിക മന്ത്രി, അങ്ങനെ കുറേ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് മന്ത്രിമാരുടെ പേരുകളും അവർ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യണമെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഹിസ്റ്ററിയിൽ റഷ്യൻ വിപ്ലവം ബാലൻസ് ഉണ്ടാവും, ഉറപ്പാണ്. റഷ്യൻ വിപ്ലവം എൻ്റെ ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് ബാലൻസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. റഷ്യൻ വിപ്ലവം ബാലൻസ് ഉള്ളത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഡെയിലി നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതാണ് മുന്നോട്ട് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോണത് ഡേ 3ലെ ടൈം ടേബിളാണ്. അപ്പോൾ ഇനി ഇതും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ടൈം ടേബിൾ ഇട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലേ ഇട്ടിട്ട് പോകുന്നത്. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്ക് ഞാൻ ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. പഠിക്കാൻ മടിയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നന്നായിരുന്നു പഠിക്കുക. പിന്നെ റിവിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റിവിഷൻ ശനി ഞായറും സാറ്റർഡേയും സൺഡേയും വെക്കാൻ പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ റിവിഷൻ വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കില്ലേ, അതെന്തായാലും നിങ്ങൾ ചെയ്യണം. പിന്നെ റിവിഷൻ ശനി ഞായറും വെക്കാം. ഇപ്പോൾ ഈ ഒരു ആഴ്ച 5 ദിവസത്തെ നമ്മൾ പഠിച്ചത് ശനി ഞായറും 2 ദിവസം കൊണ്ട് നമ്മൾ റിവിഷൻ തീർക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അല്ല, നിങ്ങൾക്ക് ഡെയിലി റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി റിവിഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ശനി ഞായറും ആണെങ്കിൽ ശനി ഞായറും മാത്രം ആക്കിയിട്ട് വയ്ക്കാം. ഞാൻ ആ ദിവസം നിങ്ങൾക്ക് ടൈം ടേബിൾ ഞാൻ തരത്തില്ല. അത് നിങ്ങൾക്ക് പഠിച്ചത് ഓർക്കാനുള്ള 2 ദിവസമാണ്. അതപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആവുമല്ലോ. നമ്മൾ ഈ 5 ദിവസം പഠിച്ച് ഈ 2 ദിവസം കൂടെ എന്തായാലും റിവിഷൻ തീർക്കാൻ പറ്റും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്, രാത്രി വരെ ഉറങ്ങാൻ വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് റിവിഷൻ തീർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ശനി ഞായറും റിവിഷൻ്റെ ഡേ ആണ്. അതുകൊണ്ട് അത് മാത്രം ഞാൻ തരുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാം. നിങ്ങൾക്ക് സമയമുണ്ട്, ഇതെല്ലാം തീർന്നിട്ട് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഈ ഒരു ആ റിവിഷൻ ചെയ്യണത് മേ ബി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും ഒന്നുകൂടി നല്ലത് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് റിവിഷൻ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കിടക്കാൻ നേരത്തെ റിവിഷൻ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പറ്റുമെന്ന്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ജസ്റ്റ് പിറ്റേ ദിവസം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഡേ 3 ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. നാളെ പുതിയ ടൈം ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് അടുത്ത ടൈം ടേബിളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് പഠിക്കുന്നതിന് മുന്നേ ഇന്നലത്തെ ടൈം ടേബിളിലത്തെ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് അടുത്ത ടോപ്പിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നില്ല. ബിഗിനേഴ്സിനൊന്നും ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ ഞാൻ പറയുന്നില്ല. അവർക്ക് അനുസരിച്ച രീതിക്ക് ഈ ടൈം ടേബിളിലൊക്കെ മാറ്റിയിട്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സും കറണ്ട് അഫേഴ്സും ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ബൾക്കാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എക്സാം സമയത്ത് പിന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സും പിന്നെ കറണ്ട് അഫേഴ്സും മാത്സ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതിലൊന്നും നമുക്ക് നെഗറ്റീവ് മാർക്കോ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ നമുക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് മാത്സ് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു ജെറിൻ സാറിൻ്റെ ക്ലാസ് കാണാൻ ടിക്ടോൻ്റെ യൂട്യൂബ് ചാനൽ കാണാം കേട്ടോ. ഇംഗ്ലീഷിനൊക്കെ കുറേ മറ്റേ നമ്മുടെ ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണാം. മലയാളം പിന്നെ നിങ്ങൾ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നോക്കി പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി മലയാളം പഠിക്കുക. പിന്നെ കറണ്ട് അഫേഴ്സ് അത് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലൊക്കെ 2-3 കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ന്യൂസ് പേപ്പറിൽ അവാർഡ് എന്തോ കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട പേപ്പറിന്, അതുകൊണ്ട് ഞാൻ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ താഴേക്ക് പോയിട്ട് എടുത്ത് വരുമ്പോൾ സമയമോ, അതുകൊണ്ടാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ അവാർഡുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ തൊഴിൽ വീതിയിൽ വരുന്ന വിന്നറിൻ്റെ ഓസ്കാറിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു നമ്മുടെ ഓപ്ര വിൻഫ്രി ഈ ഒരു ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇവരുടെ ജീവിത രീതിയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളർന്നു വന്ന സാഹചര്യം, അവർ പഠിപ്പിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി മസ്റ്റായിട്ട് കയ്യിൽ കിട്ടിയവരാണെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അവർ കുറേ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇത്രയും ഒരു നിലയ്ക്ക് എത്തി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് നല്ലൊരു തൊഴിൽ വീതിൻ്റെ എക്സാമിനർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവണവർ ജസ്റ്റ് ഇരുന്ന് പഠിക്കുക. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക കേട്ടോ. മാക്സിമം പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ബിഗിനേഴ്സിനോട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സും കറണ്ട് അഫേഴ്സും പഠിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുത്തിട്ട് ആ ഒരു ദിവസത്തിൽ നിങ്ങൾ തീർക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും ടൈം ഉണ്ടല്ലോ. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ലക്കാണ്. കാരണം ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു PSCയുടെ ഒരു ഇതെന്ന്. അപ്പോൾ അതനുസരിച്ച് പഠിക്കാൻ ഇപ്പം തന്നെ ട്രൈ ചെയ്യുക. മാക്സിമം നന്നായി ഇതിനു വേണ്ടി ഇരിക്കുക കേട്ടോ. നമുക്ക് എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ എക്സാം ഉണ്ട്. ഫോഴ്സ് എക്സാം, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, കുറേ എക്സാം ഉണ്ട്. സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ ഒക്കെ വരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായി ഇരുന്ന് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മുൻകാല ചോദ്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീഡിയോ നീട്ടി പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നേ ടൈം ടേബിളൊക്കെ ഇട്ട വീഡിയോസ് ഉണ്ട്. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി നോക്കിയൊക്കെ ഇങ്ങനെ നമ്മുടെ വീഡിയോ, അതായത് ടൈം ടേബിൾ ഓരോ ദിവസം ഞാൻ ടൈം ടേബിൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് നോക്കുക കേട്ടോ. എപ്പോഴും വീഡിയോ ഒക്കെ ഇടണമെന്നില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. 100 ദിവസത്തെ ടൈം ടേബിളാണ്. അതുകൊണ്ട് 100 ദിവസം വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതൊരു ടൈം ടേബിൾ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ. മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കാണുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കും. താങ്ക്